ഞാൻ താമര പൂമ്പൈതലേ കേട്ട്. ഹലോ ജയ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ ജയ. ഓ, പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കിട്ടണമായിരുന്നല്ലോ. അതെന്തിന്? പാപ്പു കുഞ്ഞിനെ നോക്കാൻ വന്നതല്ലേ, അപ്പൊ കുഞ്ഞിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? എന്തിനാണ് ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? പോരെ ജയ, ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കൂടി എടുത്തെങ്കിലേ കുഞ്ഞിന്റെ ക്യാരക്ടർ കറക്ഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതെന്തോന്ന് സാധനം? കുഞ്ഞിന്റെ സ്വഭാവം നല്ലതാക്കി എടുക്കണ്ടേ? അതിനുവേണ്ടി ഈ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമാണെന്നാ പറഞ്ഞത്. എന്തോന്ന് പാപ്പു ഈ പറയണത്? ആ പടം ഇത്രയുള്ള കുഞ്ഞിനെ എന്തോന്ന് സ്വഭാവം ശരിയാക്കി എടുക്കാൻ പോണേ? അതെ, കൂടുതൽ നിങ്ങളൊന്നും അറിയണ്ട, മനസ്സിലായോ? ബിക്കോസ് ഇതെന്റെ ജോലിയുടെ സീക്രട്ടാണ്, മനസ്സിലായോ? പിക്കാസാ? അതെന്തിന്? അതെന്തിന്? അതാണ് ഇംഗ്ലീഷ്, മനസ്സിലായോ? സോ ടെൽ മീ ഡീറ്റെയിൽസ്. എൻ്റെ പൊന്നു പാപ്പു, ഇങ്ങനെ കടികെട്ടുള്ള ഇംഗ്ലീഷൊന്നും എൻ്റെ അടുത്ത് പറയരുത്. അതൊന്നും മനസ്സിലാക്കേണ്ട കഴിവില്ല. ഞാൻ പാവം ഒരു കർഷകനാണ്. അയ്യോ പാവം ചെയ്യാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ അവന്തിക എങ്ങനെ? അവന്തികയുടെ മോളെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് പാപ്പുവിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്നെ പറ്റി ഇത്രയും കൂടുതൽ എന്തോന്ന് അറിയാൻ? എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ എന്നെ ഇവിടെ ജോലിക്ക് എടുത്തത്. നീ പിന്നെ എന്തോന്നാ കൂടുതൽ അറിയാനിരിക്കുന്നത്? അതൊക്കെ ശരി തന്നെ, പക്ഷേ നിങ്ങളെ പിറകിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് എനിക്കൊരു സംശയം. കുഴപ്പമില്ല, അത് ഞാൻ തപ്പി പിടിച്ചെടുത്തോളാം. മൂർത്തിയോട്ടവനെ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. നിനക്കെന്റെ പുറകിലാണ് നോട്ടം അല്ലേ? അയ്യയ്യേ ബാബുജി, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. എന്റെ ഈശ്വര, ഇവന്റെയൊക്കെ മുന്നിലാണല്ലോ ആ കുഞ്ഞ് വളരുന്നത്. അയ്യോ കൊള്ളാം കൊള്ളാം. എന്താ കാര്യം? എന്തോ മാവാ? അമ്മാവൻ കുമ്മാവൻ വേണ്ടേ? ഇയാള് ശരിയല്ല കേട്ടോ. ഇവനെന്നെ തപ്പണമെന്നു, അതും പുറകില്. എന്റെ പൊന്നുമോളെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യമായിട്ടും. അയ്യോ നീ ഒന്നും ചെയ്തില്ല, കുറച്ചും കൂടെ കഴിയാൻ നീ ചെയ്തേനെ കേട്ടെ. വളച്ചിൽ എന്നോട് വേണ്ട കേട്ടോ. ഈ പാപ്പുവിന്റെ അടുത്ത് നിന്റെ വളച്ചിലൊന്നും വേണ്ട. ഇതേ ആളും വേറെയാ, പറഞ്ഞേക്കാം. എന്റെ പെങ്ങളെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്ന് പോയി തരുമോ? ആ മര്യാദക്കൊക്കെ നിന്നാ കുറച്ചു കാലം കൂടെ ഇവിടെ നിന്ന് പോവാ. എന്നെ കണ്ട് പഠിക്ക്, മനസ്സിലായോ? ആ മാറൂച്ചേ. എന്തൊന്നും അമ്മ അവര് പറഞ്ഞിട്ട് അമ്മ എന്ത് വൃത്തിയോട് പറഞ്ഞാ? മോളെ, ഞാൻ ഒന്നും ചെയ്തില്ല. അവർ വന്നിട്ട് അവന്തി മോളുടെ ഡീറ്റെയിൽ ചോദിച്ചു. എനിക്ക് ചെറിയ സംശയമുള്ളതുകൊണ്ട് ഞാനൊരു നമ്പർ അങ്ങോട്ട് ഇറക്കി. പക്ഷേ അവർ തെറ്റിദ്ധരിച്ചു. എന്തായാലും അമ്മാവിന് ഇനി അവരൊരു കാര്യവും ഡീറ്റെയിൽസ് തപ്പാൻ നിൽക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാലും മോളെ, അവരാരാണെന്ന് നമുക്ക് അറിയണ്ടേ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ടെൻഷൻ അടിക്കാണ്ടിരിക്കും. സെറ്റ്. അവന്തി വെയിറ്റ് ചെയ്യ. എന്താ ശ്യാം? മുടി ഓക്കെ? ഓ, അറിഞ്ഞിട്ടെന്തിനാ വീണ്ടും നടുറോടി വന്ന് നീ കളിയാക്കാനാണോ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ല അന്ന്. പിന്നെ എന്ത് ചെയ്തതായിരുന്നു അന്ന്? എടി, പെട്ടെന്ന് ആ രൂപത്തിൽ നിന്നെ കണ്ടപ്പോ അങ്ങ് ചിരിച്ചു പോയതാണ്. ഓ അങ്ങനെ. ഒരാൾക്കൊരു അപകടം കാണുമ്പം ഇങ്ങനെയാണല്ലോ ചിരിക്കുന്നത് അല്ലേ? എൻ്റെ പൊന്നവന്തി, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. അതാ നിന്നെ അന്ന് ആ സിറ്റുവേഷനിൽ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ചിരിച്ചു പോയത്. അത് ഞാൻ ജെന്യുവിനായിട്ട് ചിരിച്ചതാണ്. എനിക്കൊന്നും അറിയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട ശ്യാമേ, പ്ലീസ്. എൻ്റെ പുറകെ ഇങ്ങനെ ചുമ്മാ നടന്ന് വരരുത് പ്ലീസ്. എടി, പിന്നെ നിന്റെ അന്നത്തെ കോലം കണ്ടു കഴിഞ്ഞാൽ അവന്തി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് അമേസിങ് എന്ന് പറഞ്ഞ് ഞാൻ ഫേക്കായിട്ട് ബിഹേവ് ചെയ്യണമായിരുന്നാ? തൻ്റെ ഈ ക്യാരക്ടറാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത്. അതെ, ഞാനൊരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാ. ചുമ്മാ ഇങ്ങനെ വഴി തടഞ്ഞ് എൻ്റെ പുറകെ വരല്ലേ ശ്യാമേ. ഞാൻ പിന്നെ ഈ വിളയിലാണല്ലോ ജനിച്ചത്. എന്തെങ്കിലും ഇതാ നീ വാ തോർത്ത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നീ സംസാരിക്കുന്നുള്ളൂ ശ്യാമേ. ശ്യാമേ പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. ഐ ഹേറ്റ് യു. എടി, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഞാൻ സോറി പറഞ്ഞില്ലെങ്കിൽ എത്ര സോറി വേണോ ഞാൻ പറയാം. എനിക്ക് ആരുടെയും ഒരു സോറിയും കേൾക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുമ്മാ ഇങ്ങനെ വഴി തടഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ശ്യാമേ, പ്ലീസ്. ഇതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് വീട്ടിൽ വരും. ഞാൻ സത്യമായിട്ട് വരും. ഓ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ വരുമെന്നോ? ആ, അവിടെ തന്നെ. വീട്ടിലല്ലോ, റൂമിൽ വരും. ആ, എന്നാ ഒന്ന് കാണുമല്ലോ. ശ്യാമിന് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ട്. ശരി, എന്നാ ശ്യാമിന്റെ ധൈര്യം ഞാൻ ഒന്ന് കാണട്ടെ. ബാക്കി ഞാൻ അവിടെ വെച്ച് പറയാം കേട്ടോ. ആ, അപ്പൊ നൈറ്റ് കാണാം. ആ ശരി. ഇതെന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ ദൈവമേ. പിന്നെ ഞാൻ എങ്ങനെ ഹാൻഡിൽ? ആ,
പവി, പെട്ടെന്ന് പറ. നീ പറഞ്ഞ കേട്ടിട്ടാണ് എനിക്ക് നിന്റെ അടുത്ത് കറക്കാൻ. എന്നെന്തിനാ നീ കറക്കുന്നത്? നീ ഐ ലവ് എന്ന് പറയുമല്ലോ, അപ്പം നിന്റെ അടുത്ത് കറക്കുമല്ലോ. എടാ ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല. ഐ ലവ് എന്ന് പറയാൻ വന്നേല്ലേ? നീ അന്ന് ഇവിടെ വെച്ച് പറഞ്ഞല്ലായിരുന്നാ നീ ആലോചിച്ചിട്ട് പറയാന്ന്? എടാ ഞാൻ ആലോചിച്ചില്ലായിരുന്നു. എടി എത്ര ദിവസമായടി, ഒരു പരിധിയില്ല ഇതിനൊക്കെ. അങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ പറ്റിയൊരു മൂഡിലല്ലായിരുന്നു ഞാൻ. മൂഡ് ശരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തരാം, അവിടെ പോയിരുന്ന് ആലോചിക്കും. എടാ തമാശ പറയല്ലേ. പിന്നെ ഇത് എന്തോന്നാണ് ഇത് എത്ര ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നതാ. എന്തോ? നമ്മുടെ ഇവിടെ കുഞ്ഞിനെ നോക്കാൻ വന്നിട്ടൊരു സ്ത്രീയില്ലേ, പാപ്പു. പുള്ളിക്കാരി നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഒരു സ്ത്രീയല്ല. അവർക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്തോന്ന് കുഴപ്പം? അത് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം തോന്നുള്ള കാര്യം എന്താണ് അങ്ങനെ കുഴപ്പമുണ്ടെന്ന്? അവർ വന്ന സമയം തൊട്ടേ നമ്മുടെ ഓരോരുത്തരെ പറ്റിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം പപ്പിയെ പറ്റി അന്വേഷിച്ചു, പിന്നെ പപ്പിയെ കുറച്ച് ദിവസത്തേക്ക് കാണാനില്ല. ഇപ്പോഴത്തെ അവന്തിയുടെ പുറകെ. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് അവന്തിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് നീ ഒന്ന് നിൻ്റെതായ രീതിയിൽ ഒന്ന് കണ്ടുപിടിച്ച് തന്നെ. എൻ്റെ രീതിയിൽ ഡോണ്ട് വറി. ഈ അഗ്നിപവ്യാന്തനോടുള്ളപ്പോൾ ഒരു രീതിയിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് തരാം, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ഈ സ്ത്രീയില്ലേ തളജി, ഇവര് എത്ര മണിക്ക് ഉറങ്ങും? ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാ അവർ ഇതുവരായിട്ട് ഉറങ്ങുന്നുണ്ട്. 9+1 ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പ്രശ്നത്തിനൊന്നും പോകരുത്. നീ നൈസായിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിച്ച് തന്നാൽ മതി. എടി ഒരു രീതിയിൽ നീ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നീ ടെൻഷൻ അടിക്കാതിരിക്കും, ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരും. നീ എൻ്റെ അടുത്ത് ഐ ലവ് എന്ന് പറയാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു കേട്ടാ. പപ്പു ഹലോ ഹലോ എന്തിനാണ് ഉദ്ദേശിച്ചത്? അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ എന്ന് വിളിക്കാൻ. വേറെ ആൾക്കാരൊക്കെ അകത്തുണ്ട്, വിളിക്കണോ? നിങ്ങൾ ആരാണ്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. നമ്മളാരാണാവൂ? ഞാൻ ബിനു, പോലീസിലാണ്. പോലീസോ? എന്നിട്ട് യൂണിഫോം ഒക്കെ എവിടെ? യൂണിഫോം ഒക്കെ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. യൂണിഫോം ഒക്കെ വീട്ടിൽ വെച്ചിട്ട് വന്നാൽ പോലീസാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതിരിക്കട്ടെ, ഞാൻ പട്ടാളക്കാരിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓക്കെ, അപ്പോൾ ID കാർഡ് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കുമല്ലോ അല്ലേ? ആ നോക്കാം. അയ്യോ ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? നമസ്കാരം സാർ. സാർ ഇരിക്കാം. ഇരിക്കണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ, നല്ല കാര്യം. പിന്നെ സാർ ആരെ കാണാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് വിളിക്കായിരുന്നു ഇങ്ങോട്ട്. ഈ വീട്ടിൽ ഒരുത്തി നുഴഞ്ഞു കയറിയതായിട്ട് എനിക്കൊരു റൂമൊക്കെ തോന്നിയിട്ടുണ്ട്. ആ നുഴഞ്ഞു കയറ്റക്കാരി എനിക്കൊന്ന് കാണണം. നുഴഞ്ഞു കയറ്റക്കാരിയോ? അങ്ങനെ ഒരാളിവിടെ ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല സാർ. അപ്പോൾ നിങ്ങളാരാണ്? എൻ്റെ പേര് പാപ്പു. ഏത് പാപ്പം? പാപ്പു അല്ലേ സാർ, പാർവതി പുരുഷോത്തമൻ. അതങ്ങ് നേരത്തെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. നിങ്ങളെന്ത് ഇവിടെ? ഞാൻ കുഞ്ഞിനെ നോക്കാൻ വന്നതാ. എന്നിട്ട് കുഞ്ഞെവിടെ? ബേബി കുഞ്ഞ് ഹൗസ് ഇൻസൈഡ് സ്ലീപ്പിംഗ്. ഹൗസ് ഇൻസൈഡ് സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് ബിസിനസ്? എനിക്ക് വേറെ ബിസിനസ് ഒന്നുമില്ല. ഇല്ല, ഞാൻ ബേബി സിസ്റ്ററാണ്. ബേബി സിസ്റ്റർ? നിങ്ങൾ ID പ്രൂഫ് എടുങ്ങൾ. അപ്പൊ ID പ്രൂഫ് ഒക്കെ മേളിലിരിപ്പുണ്ട് സാർ. വാ അകത്തോട്ട് ഞാൻ എടുത്തു തരാം. എവിടെ? അകത്തുണ്ട്. എടുത്തോണ്ട് വാ. എന്റെ കൂടെ പറഞ്ഞെടുത്തു തരാം. ബാ. ഞാനും പറഞ്ഞു. പെട്ടെന്ന്. പവികാന്തം, നിങ്ങൾ എവിടെ നിൽക്കുന്നേ? അല്ല കുഴപ്പമില്ല, ഒരു തത്സമയ സംപ്രേഷണം ചെയ്യാനുണ്ടായിരുന്നു. ടീന ഉണ്ട് ഇവിടെ, ഈ ടീനയെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ചാരുവിൻ്റെ പുറകെ മണപ്പിച്ച് നടക്കാതെ വല്ല ജോലിയും ചെയ്യും. ശമ്പളം ചോദിക്കുന്നതിൽ ഇതൊന്നും ഇല്ലല്ലോ. മനുഷ്യ ഇവിടെ കട്ട വെയിലത്ത് കിടന്ന് കട്ടപ്പണി എടുക്കുകയാണ്, അറിയാവോ? ശരി വൈകുന്നേരം റിപ്പോർട്ട് ചെയ്യണം ഓഫീസിൽ. അത് പുതിയ നിയമം. റിപ്പോർട്ട് ചെയ്താലേ ഇനി ശമ്പളമുള്ളൂ. ശരി, നിൻ്റെലും കൂടെ ആണ്. വൈകുന്നേരം ഇനി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിന്റെ ഫോൺ പെട്ടെന്ന് എടുക്കും. വല്ല നടന്നത് വല്ലതും അറിഞ്ഞ? പിന്നെ ഇപ്പം ഉണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് പപ്പിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പപ്പി മിസ്സിംഗ് ആണ്. പപ്പി നിങ്ങളുടെ കൂടെ താമസിക്കുന്ന? അറിയില്ലേ? പപ്പിനെ അറിയത്തില്ലേ? അറിയാം. ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ മുതുകിഴങ്ങ് ജയ അവിടെ. അപ്പൊ ഇതൊന്നും അറിയാതെ നിൽക്കുകയാണ്.
അങ്കിൾ അവിടേക്ക് ഉണ്ട്, പക്ഷെ അങ്കിളിന് അവരെന്തൊരു പേടി പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവന് പേടി തന്നെ, അതല്ലേ ഈ ഇവിടെ നിന്ന് ജോലി അവൻ രാജിവെച്ച് പോയത്. പേടി കാരണമാണോ ജോലി? പിന്നെ പേടിത്തോണ്ടനല്ലേ അവൻ. അവന്റെ പെണ്ണിനെ വിളിച്ചിറക്കാൻ വരെ ഞാനും മറ്റേ പിള്ളേരൊക്കെ അല്ലേ പോയത്. അതുപോലും ചെന്ന് ചോദിക്കാൻ കഴിവില്ലാത്ത. അപ്പൊ എന്തായാലും അവരിപ്പം അവന്തിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവന്തി എന്ന് പറയണ മറ്റേ കൊച്ച്, ആ മറ്റേ ഇവിടെ ക്ലിനിക്കിൽ ഇവിടെ ഞാൻ എന്റെ റൂമിലുള്ളത്. അല്ല ഇവര്, അതാണ് എന്റെയും ഡൗട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ അവിടെ കൊച്ചിനെ നോക്കാനല്ലേ അവര് വന്നത്. ആ വന്ന ആളെന്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നേ. എന്റെ ബലമായ സംശയം മനുഷ്യ കടത്ത് കാണും ഇവർക്ക്. പിന്നെ എന്നെ ഭയങ്കര പേടി കേട്ടോ. ജേർണലിസ്റ്റ് എന്ന് നമ്മുടെ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ തന്നെ. അത് ആ ഒരു പേടി അവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പേടി, എന്നെ പേടിയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ റൂം സെർച്ച് ചെയ്യാൻ മൂക്കിനിട്ടിടിച്ച് മൂക്കിനടിക്കാൻ നീ ഇറങ്ങി ഓടിയത്. ഞാൻ ഇറങ്ങി ഓടി. അത് നീ ഈ ബോംബെന്ന് വന്നപ്പോഴേ ഈ തള്ളും കൂടെ കൊണ്ടാണ് വന്ന. അതെങ്ങനെ കൊണ്ടുവന്ന? ബാഗിൽ കൊണ്ടുവന്നു. തള്ളാണോ? തള്ളാണോ? ഒരാള് മൂക്കിനിട്ടിടിക്കാൻ വേണ്ടി എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കണം. ഒരു കഴിവില്ലാത്ത നീ എങ്ങനെയാണ് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയണ? എനിക്ക് മനസ്സിലാവണില്ല. അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നെ പഠിപ്പിച്ചു? അല്ല സാർ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കേസ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അതെന്തായാലും ഞാൻ തെളിയിച്ചിരിക്കും. ഇതിപ്പോ എനിക്ക് സമയം തരണം. സമയം തന്നല്ലോ. ഇതിപ്പോ നീ കണ്ടുപിടിച്ച കേസ്, നീ കൊണ്ടുവന്ന കേസ്, എത്ര സമയം വേണോ എടുത്തോ. പക്ഷേ ആ പേരിൽ ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ നോക്കരുത്. എവിടുന്ന്? ഈ കമ്പനിയിലെ ജോലികൾ ചെയ്യാതിരിക്കാൻ നോക്കരുത്. ഇവിടത്തെ കാര്യങ്ങൾ കൂട്ടത്തിൽ അന്വേഷിക്കണുള്ളൂ. അപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരിന്ന് ഞാൻ അന്വേഷിക്കാനൊക്കെ റൂമിലൊന്നും കയറാനൊക്കെ ഇച്ചിരി പാടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവരറിയാതെ റൂമിൽ കയറിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. അത് അതേപോലെ ചെയ്ത് കൂടെ ഒരു സോന എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയുടെ മുഖത്ത് ഭയങ്കര പേടി ഒക്കെയാണ് ചില സമയത്ത് കാണുന്നത്. സംഭവം ഉണ്ട് സാറേ. അതെ, നിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും കൂടെ മനുഷ്യകടത്തിന്റെ സംഭവമായിരിക്കും. അത് ഞാൻ ഒരു വഴി പറഞ്ഞുതരാം, നീ അതേപോലെ ചെയ്യൂ. സാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ പറ. നീ ചെന്നിട്ട് അവരുടെ റൂമിൽ കയറണം. ഒരു തവണ കയറിയതാണ്, ആനി ഒന്നുകൂടെ കയറണം. കയറിയിട്ട് അവരുടെ ഫോൺ അടിച്ചു മാറ്റാൻ നോക്കണം. ഫോൺ അടിച്ചു മാറ്റണം? ഫോണിൽ ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാം. അതൊക്കെ ഞാൻ എടുത്തോളാം. നീ ഫോൺ അടിച്ചു മാറ്റിയിട്ട് നീയാണ് അടിച്ചു മാറ്റിയതെന്ന് അവരെ അറിയരുത്. മനസ്സിലായല്ലോ? നീ അതും കൊണ്ട് ഇങ്ങ് വാ, ബാക്കി നമുക്ക് തപ്പാം. അല്ല, ഫോണൊക്കെ അടിച്ചു മാറ്റുമ്പോൾ വെറുതെ കള്ളി എന്നുള്ള പേര് വല്ലതും കേൾക്കുമോ? ഞാൻ ഇതുവരെ അങ്ങനെ കേൾപ്പിച്ചിട്ടില്ല. വീണ്ടും പേടിയല്ല. നീ ഡിറ്റക്റ്റീവ് ജേർണലിസ്റ്റ് എന്നുള്ളത് മാറ്റിയിട്ട് വല്ല കഥയാ എഴുതാൻ പോ. അവിടെ കവിയരങ്ങ് നടക്കുന്നു. അവിടെ ചെന്ന് ഇരുന്ന് വായും പൊളന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മറ്റേ ബിരിയാണി കൊടുക്കും. അത് മാറ്റി തിന്നിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം. എന്നെ പൊന്നു വെച്ചാൽ ഒരു കാര്യം ഏറ്റെടുത്ത് അത് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ നോക്കണം. മനസ്സിലായില്ലേ? കണ്ടുപിടിക്കാം, സമയം തന്നാ മതി. നീ അത് സമയം ചോദിക്കാനാണോ ഇപ്പൊ വന്നത്? ആദ്യം ഫോണെ അടിച്ചു മാറ്റി എന്താന്ന് വെച്ചാൽ ചെയ്തോ. അത് അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവരാരെയൊക്കെയാണ് വിളിക്കുന്നത്, അവർക്ക് ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത്, അതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ലിങ്ക് കിട്ടും. അതുവഴി പിടിച്ചങ്ങ് കയറാം. അത് പറഞ്ഞപ്പോഴാണ് അവരിടയ്ക്ക് ഫോൺ ഇങ്ങനെ മാറി എന്നൊക്കെ രഹസ്യം പറയുന്ന പോലെ സംസാരിക്കുന്ന ഞാൻ കാണാറുണ്ട്. അപ്പൊ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ അതിൽ തന്നെ ഇതിന് ഞങ്ങളെയൊക്കെ കടത്താനാണോ? ആയിരിക്കും. നിന്നെ കടത്തിയിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് എന്തിനാന്തോ? അതുകൊണ്ടാണ് നിന്നെ മാറ്റി വെച്ചിരിക്കുന്നവര്. നല്ല പിള്ളേരെയൊക്കെ പിടിച്ചോ. എന്നെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അടുത്തത് ചിലപ്പോ ഞാനായിരിക്കും. അതന്നെ. അവന്തിയെ കുറിച്ചാണല്ലോ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ചെല്ല് മക്കളെ. ആ പേന അവിടെ വെച്ചിട്ടോ. അയ്യോ, അടിച്ചു മാറ്റൊന്നല്ല. അല്ല, മനസ്സിലായി. ചെല്ല്. ഞാൻ ന്യൂസ് ഒന്ന് എഡിറ്റ് ചെയ്ത് വിടട്ട്. നെടുമങ്ങാട് കാമുകന്മാരുടെ പേരും പറഞ്ഞ് പെൺകുട്ടികൾ തമ്മിലടി. നീ അങ്ങനെ വല്ലതും തന്നെ, ഇല്ലെങ്കിൽ ഇനി അവരെ അച്ഛന്മാരെന്നെ ഒന്നടിക്കും. വേറെ എന്തോന്ന് കൊടുക്കാൻ. അച്ചാറ് പൊതി അടിച്ചു മാറ്റിയതിന് അച്ചാറ് പൊതിയാണ്. ചോറ്റുപാത്രം അടിച്ചു മാറ്റിയതിന് കൂട്ടത്തല്ലേ. കറക്റ്റ്, അങ്ങനെ തന്നെ കൊടുക്കാം.
ഈശ്വരാ, എടാ, ആരില് കണ്ട എന്ത് വിചാരിക്കും? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ സോറി പറയാൻ വേണ്ടി ഞാൻ രാത്രി വരും. എന്റെ ഈശ്വര, അതൊക്കെ നീ രാവിലെ പറഞ്ഞതല്ലേ സോറിക്ക്. ഇതിപ്പോ എന്റെ റൂമിൽ നിന്നെ കണ്ട മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അമ്മാവൻ കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? എന്റെ ദൈവമേ ശാമ്പി, നീ ഇത് പോ. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ റൂമിൽ ഇങ്ങനെ ആരെയും കണ്ടാ മോശമല്ലേ? അല്ല, കല്യാണം കഴിയാത്തോണ്ടല്ലേ ഞാൻ വന്നത്. ഞാൻ പോവാം, പക്ഷെ എനിക്ക് അതിനു മുമ്പേ ഒരു കാര്യം അറിയണം. എന്ത് കാര്യം? എന്നെ ഇഷ്ടമാണോ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്റെ പൊന്ന് ശാമ്പി, അതൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാൻ പറ്റിയ കാര്യമൊന്നും അല്ല. എടി, നീ ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ സൈഡ് തെറ്റൊന്നും ഇല്ലാന്ന്? പിന്നെ എന്താണ് ഇപ്പൊ പുതിയ പ്രശ്നം? എന്താണ്? എനിക്കൊന്നും ആലോചിക്കണം. എടി, അതൊന്നും പറ്റൂല. ആൾറെഡി ഇത്രയും ലേറ്റായി. നീ ഇനി സമയമൊന്നും എടുക്കാൻ പറ്റുമോ? നീ അത് മര്യാദയ്ക്ക് തന്നെ പറയണം എനിക്ക്. നിനക്ക് യു കെയിൽ ഒന്നല്ലല്ലോ ബിസിനസ്, ഇവിടെ ഏതാ മാക്ക ബിസിനസ് അല്ലേ? എടി, നീ ഓക്കെ പറഞ്ഞ നെക്സ്റ്റ് ഡേ ഞാൻ ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ തുടങ്ങും യു കെയില്. പ്ലാൻ തുടങ്ങുന്നോ? സത്യമായിട്ട്. ഉറപ്പാണോ? എടി, സത്യം സത്യം സത്യം. നീ ഓക്കെ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ആലോചിക്കട്ടെ. ഈശ്വരാ, നീ വന്ന കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു. അവിടെ ഭയങ്കര ബഹളം. ശ്യാമ, നീ ഇങ്ങോട്ട് ഇങ്ങ് പോ. പോ, മാറ്. അറിയാ അത് കള്ള. എടാ പൊടിച്ചെറുക്ക, നീ എന്തിനാണ് എന്റെ റൂമിൽ വന്ന് കയറിയേ? ഞാൻ ചാനലിനെ കാണാൻ വേണ്ടി വന്നത്. ഞങ്ങൾ മുടിഞ്ഞ പ്രായത്തില്ല. എടാ, അതിനെന്തിനാണ് നീ എന്റെ ഫോൺ വന്നെടുത്തെന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ മൊത്തം ഇരുട്ടല്ലേ, ലൈറ്റ് അടിച്ച് നോക്കാൻ വേണ്ടി ടോർച്ചിലെടുത്തത്. കള്ള. എന്തായാലും ഇവരെല്ലാം വന്നത് നന്നായി, അല്ലെങ്കിൽ നീ ഉണ്ടല്ലോ ഓപ്പായനെ. എന്താണ് ബഹളം? അത് പിന്നെ അമ്മാവ പവിയുടെ കൂടെ വന്നതാ. നീ എന്താണ് വന്നത്? ഞാൻ ചാരു വിളിച്ചിട്ടൊന്നു. ചാരുമോളെ, ഞാൻ എപ്പോഴാണ് നിന്നെ വിളിച്ചത്? വിളിച്ചില്ലേ? ഞാൻ വിളിച്ചിട്ടില്ല. വിളിക്കാൻ ഞാൻ പിന്നെ അങ്ങനെ എടുത്തത്. നിനക്കൊക്കെ എന്തിനാ പ്രാന്താടാ? നട്ട പാതിരക്ക് ഒരു വീട്ടിൽ കയറി വരാൻ ഇറങ്ങി പോയാലും. അത് വേറൊരു ശല്യം. ഉച്ചക്ക് ഞാൻ പിടിച്ച് പൂട്ടിയിട്ടത് എന്റെ പൊന്നെ, ഞാനങ്ങ് മറന്നുപോയി. തുറന്നു വിടട്ടെ. ആരാണ് നിന്റെ കൂടെ തന്നതാ? എനിക്ക് അറിഞ്ഞൂടന്ന്. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ കേസ് അന്വേഷിക്കാൻ വന്നത്. കക്കൂസിനകത്താണ് കേസ് അന്വേഷണം. പറയണ കേൾക്ക, എനിക്ക് റൂമൊക്കെ കിട്ടി. എന്തോന്ന്? മറ്റേ തങ്കപ്പൻ വില്ലയിൽ ആരോ നുഴഞ്ഞു കയറി ചാരുവിന്റെ ജീവ അപകടത്തിലാണ്, രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഈ പന്ന പറടേക്ക് എന്നെ പിടിച്ച് കെട്ടിയിട്ട് നിങ്ങൾക്കുള്ള ഞാൻ തരാം. നിങ്ങൾക്ക് പണി കേട്ടാ. വഴിപോടിങ്ങി തന്നാ മതി കേട്ടോ. അല്ല, എനിക്ക് അറിയാമെന്നാണ് ചോദിക്കാണ്. ഇത് പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാണ്, ആണുങ്ങൾ താമസിക്കുന്ന വീടാണ്? ഇറങ്ങി പോയടാ എന്റെ വീട്ടിൽ നിന്നെല്ലാനും. അതെ, റൂമില് ഒരു ഭ്രാന്ത്, മൊത്തത്തിൽ ഭ്രാന്ത് പിടിപ്പിക്കും. നാടകം പൊളിയുന്നതിന് മുമ്പേ ഓപ്പറേഷൻ നടത്തണം. ജി അന്ധകാര.